Hi everyone, welcome back to Hacker. I'm Rizwan Ramzan Ahmed. ഇത് നമ്മുടെ യൂട്യൂബ് മാർക്കറ്റിംഗ് സീരീസിന്റെ കണ്ടിന്യൂഷൻ ആണ്. ആൻഡ് ഈ ഒരു സീരീസിൽ യൂട്യൂബ് മാർക്കറ്റിംഗ് എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്ത് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി മോർ ദാൻ 40 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ ഇവിടെ ഒരു പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ഓവർ ഹിയർ. ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആസ് വെൽ. സോ ഈ ഒരു വീഡിയോ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത് യൂട്യൂബ് ഡാഷ്ബോർഡ് അഥവാ യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്ന സാധനം എന്താണ്, ഇൻ ആൻഡ് ഔട്ടായിട്ട് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങൾക്ക് യൂട്യൂബ് ഡാഷ്ബോർഡ് അഥവാ യൂട്യൂബിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ, നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനും അവിടെ അപ്ലോഡ് ചെയ്ത കണ്ടന്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും അനലിറ്റിക്സും കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂട്യൂബിൻ്റെ തന്നെ ഫ്രീ ആയിട്ടുള്ള പ്രൊഫഷണൽ ടൂളാണ് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. രണ്ട് തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്ക് എത്തിപ്പെടാം. ഒന്നെങ്കിൽ യൂട്യൂബ്.com പോയിട്ട് ടോപ്പ് റൈറ്റിലായിട്ട് അവിടെ നിങ്ങളുടെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറോ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് പ്രൊഫൈൽ പിക്ചർ അവിടെ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്താം. അതല്ലാതെ വേറെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രൗസർ യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. വൺസ് ഇത് ക്ലിക്ക് ചെയ്ത് വരുന്ന റിസൾട്ട്സ് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്ക് എത്തും. സോ നിങ്ങൾ വൺസ് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, അവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ അവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് കാണുന്നുണ്ടാവും. ചാനലിൻ്റെ ലാസ്റ്റ് 28 ഡേയ്സിലുള്ള അനലിറ്റിക്സ് അവിടെ കാണാനുണ്ടാവും. ഇതല്ലാതെ ന്യൂസോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വല്ല ഐഡിയാസ് യൂട്യൂബ് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യണമെങ്കിൽ അതും കാണുന്നുണ്ടാവും. അപ്പം ബിഫോർ ഓൾ ഓഫ് ദാറ്റ്, നിങ്ങൾ ഇതുവരെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് യൂട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്, സജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൻ്റെ ഡാഷ്ബോർഡിൽ കാണുന്ന കുറേ ഓപ്ഷൻസ് അവിടെ കാണാനുണ്ടാവും. സോ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ, നിങ്ങളുടെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ അവിടെയുണ്ട്. നിങ്ങൾ ഓൾറെഡി ചാനലിൻ്റെ ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ പിക്ചറൊക്കെ അവിടെ കാണാനായിട്ട് പറ്റും. നിങ്ങൾ ഇതുവരെ നിങ്ങൾ ചാനൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല വെച്ചാൽ ചാനൽ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള എൻറ്റയർ കാര്യങ്ങൾ ഒരു 8 വീഡിയോയിലായിട്ട് നമ്മളിവിടെ പ്ലേലിസ്റ്റ് എൻഷുർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ ലെഫ്റ്റിൽ വന്നാൽ കാണാം ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. സോ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻറ്റയർ ചാനലിൻ്റെ ഒരു ഓവർവ്യൂ അവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഓൾറെഡി ചാനലിൽ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും കാണുന്നുണ്ടാവില്ല. സോ നിങ്ങൾ സ്ക്രീനിൽ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ചാനലിൻ്റെ അക്കാദമീൻ്റെ തന്നെ ചാനലിൻ്റെ ഡാഷ്ബോർഡാണ് നിങ്ങൾ അവിടെ കാണുന്നുണ്ടാവുക. താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കാര്യം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുക, നിങ്ങൾ റീസെൻ്റ്ലി ലാസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു 4-5 വീഡിയോസ് കാണാം. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ കാണാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ലാസ്റ്റ് 48 അവേഴ്സിലെ ടോപ്പ് വീഡിയോസ് ഏതൊക്കെയാണ്, അതേപോലെ ലേറ്റസ്റ്റ് കോമൻറ്റ്സ്, അതേപോലെ തന്നെ റീസൺ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇത്തരം കാര്യങ്ങളാണ് ഡാഷ്ബോർഡിൽ കാണാം. അതിൻ്റെ താഴെയായിട്ട് കോണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് സെഗ്മെന്റ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിനാൽ നിങ്ങളുടെ ചാനൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ കോണ്ടന്റും നിങ്ങൾക്ക് ഒരു സ്ഥലത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾക്ക് ആക്ഷൻസ് എടുക്കാനും അതിൽ എത്രത്തോളം എപ്പോഴാണ് നിങ്ങൾ പബ്ലിഷ് ചെയ്തത്, വ്യൂസ് എത്രയാണ്, കോമൻറ്റ്സ് എത്രയാണ്, എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ, ലൈക്ക് വേഴ്സസ് ഡിസ്ലൈക്കിൻ്റെ പെർസെൻറ്റേജ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. സോ വീഡിയോസ് മാത്രമല്ല ഷോർട്സ്, ലൈവ്, നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റ്, പ്ലേലിസ്റ്റ് ഉണ്ടെങ്കിൽ അത്, പോഡ്കാസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, പ്രൊമോഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ താഴെ അനലിറ്റിക്സ് കാണാം. സോ അനലിറ്റിക്സ് ഇസ് ബേസിക്കലി യൂട്യൂബിൻ്റെ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തത്തിൽ കാണുന്ന ഒരു സ്പേസ് ആണ് അനലിറ്റിക്സ്. അതിൻ്റെ താഴെ കോമൻറ്റ് സെക്ഷൻ കാണാം. സോ കോമൻറ്റ്സ് ഇസ് ബേസിക്കലി നിങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെതും വന്നിട്ടുള്ള ടോട്ടൽ കമൻറ്റ്സ് ഒരു സ്പേസിലായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് സബ് ടൈറ്റിൽസ് കാണാം. നിങ്ങളുടെ വീഡിയോസിന് സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാനും അതേപോലെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കാണാനും ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാനും ഒക്കെ ഒരു സ്ഥലത്ത് കാണാനായിട്ടാണ് ഈ ചാനലിൻ്റെ സബ് ടൈറ്റിൽസ് എന്നുള്ള ഏരിയ വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് കോപ്പിറൈറ്റ് കാണാം. ഏതെങ്കിലും വീഡിയോ യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ താഴെ ഏൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷനും ഏർണിങ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും, നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ അതിൻ്റെ താഴെയായിട്ട് കസ്റ്റമൈസേഷൻ കാണാം. സോ കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ലേഔട്ടും ബ്രാൻഡിങ്ങും ബേസിക് ഇൻഫോ ഒക്കെ, അതായത് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന സ്പേസ് ആണ് കസ്റ്റമൈസേഷൻ. അതിന് താഴെയായിട്ട് ഓഡിയോ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്. സോ ഓഡിയോ ലൈബ്രറി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോൺ കോപ്പറേറ്റ് ആയിട്ടുള്ള ഓഡിയോസും സൗണ്ട് എഫക്ട്സും ഡൗൺലോഡ് ചെയ്യാനും സ്റ്റാർ ചെയ്ത് വെക്കാനും പറ്റുന്ന ഏരിയ ആണ്. സോ അതിന് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തതിനാൽ അവിടെ തന്നെ വീണ്ടും ജനറൽ ആയിട്ടുള്ള സെറ്റിംഗ്സ്, നിങ്ങളുടെ കറൻസി ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാം. സോ നിങ്ങൾ അതിൻ്റെ താഴെ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തതിനാൽ സെറ്റിംഗ്സിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതിന് താഴെ സെൻഡ് ഫീഡ്ബാക്ക് കാണാം. സോ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് റിപ്പോർട്ടിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ടോപ്പ് റൈറ്റിലായിട്ട് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ള ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ടോപ്പിൽ തന്നെ സെർച്ച് അക്രോസ് യുവർ ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എന്നുള്ള ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിനെ കുറിച്ചിട്ടുള്ള സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് അവിടെ വരുന്നത്. പിന്നെ
ടോപ്പ് ലെഫ്റ്റിലായിട്ട് നിങ്ങൾക്ക് അവിടെ കൊളാപ്സ് ചെയ്യാനും ചാനലിൻ്റെ മൊത്തം ഈ ഓപ്ഷൻസ് കൊളാപ്സ് ചെയ്യാനും അത് എക്സ്പാൻഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടാവും. സോ യൂട്യൂബിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് അടുത്ത വീഡിയോയിൽ എങ്ങനെ നിങ്ങൾക്ക് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Until then, take care, stay tuned, and we'll see you in the next one. Zero Pages.